നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും ആകും. അപ്പോൾ ആദ്യം തന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കാം. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളം ചൂടായി വന്നപ്പോഴേക്ക് അതിലേക്കൊരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ വേണ്ട, അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ. ഒരു നാരങ്ങയുടെ ഒരു 1/4 ഭാഗം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു. ചെറിയ ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം, കാരണം നമ്മൾ വാർക്കുന്നതാണ്. അപ്പോൾ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റിനെ നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ നിൽക്കണം, മുന്തി നിൽക്കണം. ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഫ്രൈഡ് റൈസിനെ. അത് 20 മിനിറ്റ്സ് സോക്ക് ചെയ്തെടുത്തതാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു 20 മിനിറ്റ് കുതിർത്ത് വച്ചിട്ടുള്ള റൈസാണിത്. ലോങ് ഗ്രെയിൻ റൈസാണ് എപ്പോഴും നല്ലത്. നീളമുള്ള ബാസ്മതി റൈസാണ് ഫ്രൈഡ് റൈസിന് നന്നായിട്ടുണ്ടാവുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ബാസ്മതി റൈസ് ആയതുകൊണ്ട്. ഒരു 7 മിനിറ്റ്സ് ആയപ്പോഴേക്കും എൻ്റെ റൈസ് കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ചോറിനെടുത്ത് നോക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഇത് മതിയാവും. ഒരു 1/4 ഭാഗം വെന്താൽ മതിയാവും നമ്മുടെ റൈസ്. വെന്ത് കുഴഞ്ഞു പോകരുത്. കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്ത് തണുക്കാനായിട്ടൊരു വൈഡായിട്ടുള്ള കുറച്ച് വിസ്തൃതിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചു. കുറച്ച് കോൺ ഓയിലാണ് ഞാനിവിടെ എടുത്തത്. ഒഴിച്ചു കൊടുത്തു. അതിൽ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു. കുട്ടികൾക്കൊക്കെ ബട്ടർ ചേർത്താൽ ചോറ് റൈസ് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ കുറച്ച് നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. കാരണം ചൈനീസ് ഡിഷൊക്കെ ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് ആണല്ലോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ചേർത്ത് കൊടുത്തു. ഒരു 3 വെളുത്തുള്ളി കനം കുറച്ചരിഞ്ഞതിട്ട് കൊടുത്തു. വെജിറ്റബിൾസൊക്കെ ഞാനൊരു 1 ഇഞ്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു ചെറിയ ബ്രൗൺ നിറമായി വരുമ്പോൾ, ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാരറ്റ്, നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തു. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനൊരു 4-5 കഷ്ണം പച്ചമുളക് നീളത്തിൽ കീറിയത്. ബീൻസും അതുപോലെ തന്നെ ഒരു 6-7 പീസ് ബീൻസും നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇത് കുഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി സ്പ്രിംഗ് ഒണിയൻ്റെ ആ വൈറ്റ് പോർഷൻ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഉള്ളിപ്പൂവ്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ സെല്ലറി ചേർത്തില്ല ഞാനിപ്പം.
ഒരു പകുതി ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് അതും ഇട്ട് കൊടുത്തു. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തെടുക്കാൻ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം കുക്കായി പോകണ്ട, അധികം വെന്ത് പോകണ്ട, ഒന്ന് ഒരു ഹാഫ് കുക്കായാൽ മതി. എന്നിട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നോക്കണം, കാരണം സോയ സോസൊക്കെ ചേർക്കുന്നതാണ്. റൈസും നമ്മൾ ഉപ്പ് ചേർത്താണ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് കുറച്ചിട്ടിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഗ്രീൻ പീസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ ഒന്ന് കുതിർത്തെടുത്തിട്ട് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് ഒരു ദിവസം ഒന്ന് കുതിർത്തെടുത്തിട്ട് ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതിയാകും. ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ കൂട്ടത്തിൽ തന്നെ ഇടാം. അപ്പോൾ ബട്ടറിൽ കിടന്നിട്ട് ബട്ടറും ഓയിലും കൂടെ ചേർന്നിട്ട് ഈ വെജിറ്റബിൾസ് ഇങ്ങനെ ഒന്ന് വഴന്ന് വരുന്ന ഒരു ടേസ്റ്റിന് മണം വരുന്നുണ്ട്. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് മതിയാകും ഇതൊന്ന് കുക്കായി വരാൻ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിഷാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഒരു 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുത്തു. നോക്കാം, സോയ സോസ് ഓരോരുത്തരുടെയും കയ്യിലുള്ള സോസിൻ്റെ ആ ഒരു സ്മെല്ലും ഉപ്പും ഒക്കെ അനുസരിച്ച് വേണം, എത്ര വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ റൈസ് തണുത്ത പാകമായിട്ടിരിപ്പുണ്ടായിരുന്നു, ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കുറേശ്ശെ ചേർത്ത് നമുക്കൊന്ന് വെജിറ്റബിൾസുമായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ചോറിനൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇട്ടെടുത്തു. ചോറ് നമ്മൾ ഇങ്ങനെ വാർത്ത് വയ്ക്കുമ്പോൾ നല്ല ചൂടുള്ള ചോറാണ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് കുടഞ്ഞെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചോറ് ഒട്ടിപ്പിടിക്കില്ല. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 കപ്പ് അരിയുടെ മെഷർമെൻറ്റാണ് പറയുന്നത്. വെജിറ്റബിൾസൊക്കെ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം റൈസ്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ പെപ്പർ പൊടി, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. റൈസ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. അജിനോമോട്ടോ ഒന്നും ചേർത്തിട്ടില്ല. എങ്കിൽ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള അതേ മണത്തിലുള്ള റൈസ്. ഇതിലേക്ക് നമുക്ക് ഒരല്പം കൊറിയണ്ടർ ലീഫ്, മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും ഇട്ട് കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസ് നല്ല റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡിയാണ്. ഇതിലേക്ക് നമുക്കൊരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിനകത്ത് ഇപ്പോൾ ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നു. ഒരു ചില്ലി ചിക്കൻ കൂടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.